ഹായ് വെൽക്കം ടു വരുന്ന വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന വിൽ ഹാവ് ടു എന്ന് പറയുന്ന യൂസേജ് നമ്മുടെ പാർട്ട് 8 ആണ്. വിൽ ഹാവ് ടു എന്ന് പറയുന്ന യൂസേജ് ആണ്. ഇത്തരത്തിൽ ഇനി പഠിക്കാൻ പോകുന്ന 8 മുതൽ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാം തന്നെ വളരെ ഒരുപാട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസേജസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രേസസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് വിൽ ഹാവ് ടുന്റെ അർത്ഥം? ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ, ഗ്രൂപ്പ് ക്ലാസ്സുകൾ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ മെറ്റീരിയൽസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിൽ ഹാവ് ടുന്റെ അർത്ഥം മുതൽ പറഞ്ഞു തുടങ്ങാം. വിൽ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. എങ്ങനെ പറയാ? ഐ വിൽ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, എനിക്ക് വേറെ ചോയ്സ് ഇല്ല. മനസ്സിലായോ? എനിക്ക് ചെയ്യേണ്ടി വരും, എനിക്ക് വേറെ ചോയ്സ് ഇല്ല എന്നുള്ളതാണ് വിൽ ഹാവ് ടുന്റെ അർത്ഥം. ഐ വിൽ ഹാവ് ടു സ്റ്റഡി. മനസ്സിലായല്ലോ? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചോ. നിങ്ങളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു, നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ പറയാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. യു വിൽ ഹാവ് ടു അറ്റൻഡ് എൻ ഇന്റർവ്യൂ. നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. യു വിൽ ഹാവ് ടു അറ്റൻഡ് എൻ ഇന്റർവ്യൂ. മനസ്സിലായല്ലോ? നിങ്ങൾ അവനെ കാണേണ്ടി വരും. എങ്ങനെയാ പറയാ? യു വിൽ ഹാവ് ടു സീ ഹിം. യു വിൽ ഹാവ് ടു സീ. നിങ്ങൾ കാണേണ്ടി വരും. യു വിൽ ഹാവ് ടു സീ ഹിം. ക്ലിയർ അല്ലേ? യു വിൽ ഹാവ് ടു സീ ഹിം. സോ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കേ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അവനെ വിളിക്കേണ്ടി വരും. എങ്ങനെ പറയാം? യു വിൽ ഹാവ് ടു കോൾ ഹിം. എനിക്ക് അവനെ വിളിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു കോൾ. മനസ്സിലായോ? എക്സാമ്പിൾ നോക്കിക്കേ. ഐ വിൽ ഹാവ് ടു സ്റ്റഡി. എനിക്ക് എഴുതേണ്ടി വരും. ഐ വിൽ ഹാവ് ടു റൈറ്റ്. എനിക്ക് ചോദിക്കേണ്ടി വരും. എനിക്ക് വേറെ ചോയ്സ് ഇല്ല, എനിക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ആസ്ക്. എനിക്ക് ചോദിക്കേണ്ടി വരും. ഇവിടെ ഒരു അർത്ഥം നോക്കിക്കേ. എനിക്ക് വേറെ ചോയ്സ് ഇല്ല, എനിക്കത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഐ വിൽ ഹാവ് ടു ആസ്ക്. ഓക്കെ, എനിക്ക് കാണേണ്ടി വരും. ഓക്കെ, എനിക്ക് അവനെ കാണേണ്ടി വരും. ബിക്കോസ് അവൻ വളരെ ഹെൽപ്ഫുൾ ആണ്. സോ എനിക്ക് അവനെ കാണേണ്ടി വരും. എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഐ വിൽ ഹാവ് ടു സീ ഹിം. എനിക്ക് അവനെ കാണേണ്ടി വരും. ഐ വിൽ ഹാവ് ടു സീ. എനിക്ക് ബഹുമാനിക്കേണ്ടി വരും. മുതിർന്നവരെ എനിക്ക് ബഹുമാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹയർ അതോറിറ്റി ഉള്ള ആളുകളിനെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഐ വിൽ ഹാവ് ടു റെസ്പെക്ട്. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. എനിക്ക് വേറെ ചോയ്സ് ഒന്നും തന്നെ ഇല്ല. എനിക്ക് അത് ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു റെസ്പെക്ട്. എനിക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോളേജിൽ പോയി കഴിഞ്ഞാൽ, ഐ വിൽ ഹാവ് ടു മീറ്റ് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു മീറ്റ്. സിമ്പിൾ അല്ലേ? ഇവിടെ ഐയോ, യുവോ, ദയോ, വിയോ, ഹിയോ, ഷിയോ ഏത് വേണമെങ്കിലും വെക്കാൻ പറ്റും. ഐ വിൽ ഹാവ് ടു മീറ്റ്. എനിക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. യു വിൽ ഹാവ് ടു മീറ്റ്. നിനക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. ദേ വിൽ ഹാവ് ടു മീറ്റ്. അവർക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. വി വിൽ ഹാവ് ടു മീറ്റ്. ഞങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. ഹി വിൽ ഹാവ് ടു മീറ്റ്. അവന് മീറ്റ് ചെയ്യേണ്ടി വരും. ഷി വിൽ ഹാവ് ടു മീറ്റ്. അവൾക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? എവരിബഡി വിൽ ഹാവ് ടു മീറ്റ്. എല്ലാവർക്കും മീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഇവിടെ വെക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ വെർബ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്, വെക്കേഷൻ ആണ്. സോ അവര് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ടു പ്ലേ വിത്ത് ദം. ഐ വിൽ ഹാവ് ടു പ്ലേ. എനിക്ക് കളിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു പ്ലേ. എനിക്ക് കളിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, എനിക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പൊ എങ്ങനെയുള്ള അങ്ങനെ എനിക്ക് വേറെ ചോയ്സ് ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ പറയും? ഐ വിൽ ഹാവ് ടു വെച്ച് പറയും. ഐ വിൽ ഹാവ് ടു കോൾ ഹിം. ഐ വിൽ ഹാവ് ടു സീ ഹിം. ഐ വിൽ ഹാവ് ടു റൈറ്റ് എൻ എക്സാം. ഐ വിൽ ഹാവ് ടു പാസ്. എനിക്ക് പാസ് ആവേണ്ടി വരും. മനസ്സിലായല്ലോ? ഐ വിൽ ഹാവ് ടു റൺ. ഇപ്പൊ നിങ്ങളൊരു നായ ഓടിക്കിടന്ന് കഴിച്ചു. അപ്പൊ നിങ്ങൾ പറയണം ഐ വിൽ ഹാവ് ടു റൺ ബിക്കോസ് എനിക്ക് പേടിയാണ്. ഐ വിൽ ഹാവ് ടു റൺ. എനിക്ക് ഓടേണ്ടി വരും. എനിക്ക് അവനെ ഉപദേശിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു അഡ്വൈസ്. എനിക്ക് സംസാരിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു സ്പീക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ക്ലാസ് മനസ്സിലായി. വിൽ ഹാവ് ടുന്റെ യൂസേജ് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് എഴുതിയിടുക. ഓക്കെ, പിന്നെന്താ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ക്ലാസ് നല്ലതാണെങ്കിലും ബോറിംഗ് ആണെങ്കിലും, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേറെന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.